നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ബാർസിലോണ, യുണൈറ്റഡ്, ചെൽസി ഈ ക്ലബ്ബുകളെക്കുറിച്ചാണ് സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഫുട്ബോൾ ആശാൻ്റെ തട്ടകത്തിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ബാർസയുടെ കാര്യത്തിൽ നിന്ന് അല്ലെങ്കിൽ ഗുണ്ടോഗൻ്റെ ആ ഒരു ഡീലിൻ്റെ കാര്യത്തിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഗുണ്ടോഗൻ അങ്ങനെ ഫൈനലി മാൻ സിറ്റിയിലോട്ട് വന്നിരിക്കുകയാണ്. ആ ഒരു ഫ്രീ ട്രാൻസ്ഫറിൽ ബാർസിലോണയിൽ നിന്ന് മാൻ സിറ്റിയിലോട്ട് വന്നു. ഒരു വർഷത്തെ ഡീലാണ് സൈൻ ചെയ്തിരിക്കുന്നത്. 1+1 ഒരു എക്സ്ട്രാ ഇയറിൻ്റെ ഓപ്ഷനും കൂടെ മാൻ സിറ്റിയുടെ കയ്യിലുണ്ട്. അപ്പം ശരിക്കും ഈ ഒരു ഗുണ്ടോഗനെ ബാർസലോണ, നമുക്കറിയാം ബാർസലോണ ചവിട്ടി അവിടുന്ന് പുറത്താക്കിയതാണ്, നാണം കെടുത്തി ചവിട്ടി പുറത്താക്കിയതാണ് ഗുണ്ടോഗൻ. എന്നിട്ടും ഗുണ്ടോഗൻ എന്ന് പറയുന്ന ആ ഒരു മനുഷ്യനുണ്ടല്ലോ, 2 വർഷത്തേക്കുള്ള കോൺട്രാക്റ്റ് ബാർസലോണയിൽ ഉണ്ടായിരുന്ന ആ ഒരു ഗുണ്ടോഗൻ ഏകദേശം ഒരു 10-40 മില്യൺ യൂറോസാണ് വേണ്ടെന്ന് വെച്ചാൽ വേവ് ഓഫ് ചെയ്തിട്ടാണ് ശരിക്കും സിറ്റിയിലോട്ട് വന്നത്. അത് ശരിക്കും പുള്ളിയുടെ വലിയൊരു മനസ്സാണ്. ശരിക്കും ഒരു ക്ലബ്ബ് എത്ര ഇഷ്ടപ്പെട്ട ക്ലബ്ബാണെങ്കിലും ആ ഒരു ക്ലബ്ബ് പുറകിൽ നിന്ന് പുള്ളിയെ കുത്തിയിട്ടും പുള്ളി ആ ഒരു 40 മില്യൺ യൂറോസ് വേവ് ഓഫ് ചെയ്ത് വരിക എന്ന് പറയുന്നത് പുള്ളിയെ സംബന്ധിച്ച് പുള്ളിയുടെ വലിയൊരു മനസ്സാണ്. ഞാൻ ഈ പ്രസംഗിക്കുന്നത് ഞാനുണ്ടല്ലോ, ഞാൻ പോലും എനിക്ക് എത്ര പ്രിയപ്പെട്ട ക്ലബ്ബാണെങ്കിലും എനിക്കിട്ട് പുറകിൽ നിന്ന് കുത്തിക്കഴിഞ്ഞാൽ ഞാൻ തിരിച്ച് പണി കൊടുക്കാൻ വേണ്ടി നമ്മൾ നോക്കും. പക്ഷേ ഈ മനുഷ്യൻ അത് നോക്കിയില്ല. ആ ഒരു വലിയ മനസ്സ് കാണാൻ ബാർസയ്ക്കോ ഡെക്കോയ്ക്കോ ഒന്നും പറ്റിയില്ല. അവർക്ക് ഇപ്പം ഏത് വിധേനയും ആ ഒരു ഡാനി ഓൾമോയെ സൈൻ ചെയ്യണം, അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്തേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് പ്ലെയറിനെ ചവിട്ടി പുറത്താക്കി. ഏറ്റവും നല്ല പെർഫോമറാണ് ബാർസയിൽ കഴിഞ്ഞ സീസണിൽ ഏറ്റവും വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് പ്ലെയർ എന്ന് തന്നെ പറയുന്നത്. അവരുടെ ആ ഒരു ടീമിൻ്റെ ഒരു ക്രൂഷ്യൽ പാർട്ടായിരുന്ന ഗുണ്ടോഗനെ ഈ രീതിയിൽ ചവിട്ടി പുറത്താക്കുന്നത് ശരിക്കും കാണുന്ന ഒരു ബാർസ ഫാൻ അല്ലാത്ത ഒരു മനുഷ്യന് വരെ സങ്കടം തോന്നിപ്പോവും. ശരിയാണ്, ആ ഒരു ബാർസലോണയ്ക്ക് അവർക്ക് ആ ഒരു ഡാനി ഓൾമോയെ രജിസ്റ്റർ ചെയ്യണം. അതിന് വേറെ എന്തെല്ലാം വഴികളുണ്ടായിരുന്നു. അവരുടെ വലിയ നല്ല പെർഫോമർ അല്ലാത്ത അൻസു ഫാത്തി, അല്ലെങ്കിൽ ഫെറാൻ ടോറസ്, പിന്നെ ക്ലെമൻ ലംഗ്ലെ, ഇങ്ങനത്തെ പ്ലെയേഴ്സൊക്കെ 10 മില്യൺ യൂറോസിന് മേളിൽ ഏൺ ചെയ്യുന്നുണ്ട് ആ ഒരു ബാർസയിൽ. അപ്പോൾ അവരെ ശരിക്കും പറഞ്ഞാൽ അവരെയൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ഡെക്കോ ശ്രമിക്കണമായിരുന്നു. ഇതിൽ വീണ്ടും ഡെക്കോ ഇതാ ഞാൻ പറഞ്ഞത്, ഡെക്കോ എന്ന് പറയുന്ന മനുഷ്യൻ ശരിക്കും പറഞ്ഞാൽ അവിടെ വർക്ക് ചെയ്യാൻ കേപ്പബിൾ ഒന്നും അല്ല. ഇപ്പോൾ ബാർസലോണ പോണെങ്കിൽ വലിയ ക്ലബ്ബുകളിൽ വർക്ക് ചെയ്യാൻ കേപ്പബിൾ അല്ല. ഈ ഒരു ഡെക്കോയും ലപ്പോട്ടയും കൂടെ 1-2 വർഷം കൂടെ ഇവിടെ നിന്ന് കഴിഞ്ഞാണല്ലോ, ഇത് കുളം തോണ്ടും. പിന്നെ പണി അറിയാവുന്ന ആൾക്കാർ ഇവിടെ വന്നു കഴിഞ്ഞാലും അവർക്ക് വർഷങ്ങളെടുക്കും ഇതിനെ പഴയ സ്ഥിതിയിലോട്ട് എത്തിക്കണമെങ്കിൽ. അപ്പോൾ സിറ്റിക്ക് ശരിക്കും അവർക്ക് വേണ്ട ആ ഒരു പ്ലെയറിനെ അവർക്ക് കിട്ടി. ഗ്വാർഡിയോളയ്ക്കാണെങ്കിലും ഗ്വാർഡിയോളയുടെ അല്ലെങ്കിൽ പുള്ളിയുടെ വൺ ഓഫ് ദ ഫേവറേറ്റ് പ്ലെയർ ആണ്. പുള്ളിയുടെ ഈ ഒരു സിറ്റിയിലെ ഏറ്റവും ആദ്യത്തെ സൈനിങ് ആണ് ഇൽക്കായ് ഗുണ്ടോഗൻ. അപ്പോൾ ആ ഒരു പ്ലെയറിനെ തിരിച്ചു വരുന്നു. ഗുണ്ടോഗൻ എന്ന് പറയുന്ന മനുഷ്യൻ സിറ്റിക്ക് വേണ്ടി ഓൾമോസ്റ്റ് 304 മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട്. അതിൽ 60 ഗോള്, 37 അസിസ്റ്റ്. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ അവരുടെ ക്യാപ്റ്റനായിട്ട് ആ ഒരു ട്രബിൾ വിന്നിങ് സീസണിൽ സിറ്റിയുടെ ക്യാപ്റ്റനായിരുന്ന മനുഷ്യനാണ്. ആ ഒരു പ്ലെയർ ഇങ്ങോട്ട് വരുമ്പോഴത്തേനും ആ ഒരു അഡാപ്റ്റേഷൻ ടൈമോ അതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. സ്ട്രൈറ്റ് അവേ ഇവിടെ വന്നിട്ട് കളിക്കാം. റോഡ്രിക്ക് ഒരു വിശ്രമം കൊടുക്കണമെങ്കിലോ ഒക്കെ ഈ ഒരു മനുഷ്യൻ ശരിക്കും ആ ഒരു മിഡ്ഫീൽഡിൽ ഏതൊരു റോളിലും ഒരു ഡബിൾ പിവറ്റ് റോളിൽ കളിക്കാൻ പറ്റും. നമ്പർ 8 ആയിട്ട് അല്ലെങ്കിൽ നമ്പർ 10 ആയിട്ടൊക്കെ കളിക്കാൻ പറ്റുന്ന മനുഷ്യനാണ്. പല മാച്ചസിലും ആ ഒരു ക്രൂഷ്യൽ ഫാക്ടറായി മാറാൻ കഴിവുള്ള മനുഷ്യനാണ് ഇപ്പോഴും ആ ഒരു ഇൽക്കായ് ഗുണ്ടോഗൻ. അതുകൊണ്ട് തന്നെ സിറ്റിയെ സംബന്ധിച്ച് ഇത് അവർക്ക് നല്ല ഒരു സൈനിങ് ആണ്. ഇപ്പോൾ ശരിക്കും റൈവൽ ഫാൻസിനൊക്കെ ഒരു കോമഡി പോലെ നോക്കി ചിരിക്കുന്ന ഒരു ക്ലബ്ബെന്ന് പറയുന്നത് ചെൽസി ഫുട്ബോൾ ക്ലബ്ബാണ്. അവരുടെ സൈനിങ്സ് ഒക്കെ നോക്കുമ്പോൾ ശരിക്കും എല്ലാവർക്കും ചിരി വരും. പക്ഷേ ഒരു കാര്യത്തിൽ ചെൽസി ഫുട്ബോൾ ക്ലബ്ബ് നല്ലതായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ സെല്ലിങ്ങിൻ്റെ കാര്യത്തിൽ നല്ല രീതിയിൽ സെല്ല് ചെയ്ത് കാശ് മേടിക്കാൻ അവർക്ക് പറ്റുന്നുണ്ട്. അവരുടെ ഫ്രിഞ്ച് പ്ലെയേഴ്സ്, അവരാ ഒരു ഫസ്റ്റ് ടീമിൻ്റെ ഫെസിലിറ്റീസിലോട്ടൊക്കെ അടുപ്പിക്കാത്ത പ്ലെയേഴ്സിനൊക്കെ നല്ല കാശിനെ വിറ്റ് ഒഴിവാക്കാൻ വേണ്ടി അവർക്ക് പറ്റുന്നുണ്ട്. അർമാഡോ ബ്രോഹെ അവർ ആ ഒരു ഇപ്സ്വിച്ചിന് വിറ്റത് 30 മില്യൺ പൗണ്ട്സിനാണ്. 30 മില്യൺ പൗണ്ട്സിന്. അത് ഇനീഷ്യൽ ലോൺ ആയിരിക്കും. പിന്നെ ഈ ഒരു സീസണിൽ ഇപ്സ്വിച്ച് റെലിഗേറ്റ് ആയില്ലെങ്കിൽ ഈ ഒരു പ്ലെയറിനെ 30 മില്യൺ പൗണ്ട്സിന് അർമാഡോ ബ്രോഹെ ഇപ്സ്വിച്ച് സൈൻ ചെയ്യും. പിന്നെ ഇന്ന് വന്ന വേറൊരു വാർത്ത എന്ന് പറയുന്നത് ചെൽസിയുടെ ആ ഒരു യങ് ഡിഫൻഡർ, 21 വയസ്സുള്ള ബാഷിർ ഹംബ്രി എന്ന് പറയുന്ന ആ ഒരു അണ്ടർ 16, അണ്ടർ 19, അണ്ടർ 20 ലെവലിലൊക്കെ ഇംഗ്ലണ്ടിനെ റെപ്രസെൻറ്റ് ചെയ്ത പ്ലെയറിന് വേണ്ടി ചെൽസി മേടിച്ചെടുത്ത വില എന്ന് പറയുന്നത് 12 മില്യൺ ഇനീഷ്യലി പ്ലസ് ആ ഒരു 2.7 മില്യൺ ആഡോൺസ്. അപ്പോൾ ഈ രീതിയിൽ നല്ല രീതിയിൽ കാശ് ഇങ്ങനത്തെ പ്ലെയേഴ്സിനൊക്കെ എങ്ങനെ മേടിച്ചെടുക്കുന്നു എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ സൈനിങ്സിൻ്റെ കാര്യം നോക്കിയോ, ജാവോ ഫെലിക്സ് എന്ന് പറയുന്ന പ്ലെയറിനെ അവർ കഴിഞ്ഞ തലേ സീസണിൽ 20 മില്യൺ ലോൺ ഫീ കൊടുത്തിട്ട് പ്ലെയറിനെ ഇങ്ങോട്ട് ലോണിൽ കൊണ്ടുവന്നു. ഇവിടെ വന്നിട്ട് പ്ലെയർ ഫെയിൽ ആയതുകൊണ്ട് അല്ലെങ്കിൽ ഫ്ലോപ്പ് ആയതുകൊണ്ട് ആ ഒരു പ്ലെയറിനെ തിരിച്ച് അത്ലറ്റിക്കോ മാഡ്രിഡിലോട്ട് വിട്ടു. പ്ലെയർ തൊട്ടടുത്ത സീസൺ അല്ലെങ്കിൽ കഴിഞ്ഞ സീസണിൽ ബാർസയിലോട്ട് പോയി. ബാർസയിലും പോയിട്ട് അവിടെ ഒരു ഫെയിലിയർ ആണ് പുള്ളി അവിടെ ഇവിടെയും ഗോൾ അടിച്ചുകൊണ്ട് അവിടുത്തെ ഒരു സക്സസ് ആകത്തില്ല. അപ്പോൾ അത്രയ്ക്കും സക്സസ് ആയിരുന്നെങ്കിൽ ബാർസ ഏത് വിധേനെ ആ ഒരു പ്ലെയറിനെ സൈൻ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചേനെ. പക്ഷേ ആ ഒരു പ്ലെയർ ചിലയിടത്തെല്ലാം ഫെയിലിയർ ആകുന്നു. അങ്ങനത്തെ ഒരു പ്ലെയറിനെ ഇത്രയും ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ആ ഒരു ഫ്രണ്ട് 3 പൊസിഷനിൽ 8-9 ആൾക്കാരെ കമ്പീറ്റ് ചെയ്യുന്ന ആ ഒരു സ്ഥലത്തോട്ട് വീണ്ടും
ജാവോ ഫെലിക്സിനെ സൈൻ ചെയ്ത് കൊണ്ടിരുന്നു. ഹട്സ് ഓഫ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ജാവോ ഫെലിക്സിന് വേണ്ടി വേറെ ഒരു ക്ലബ്ബ് പോലും രംഗത്തില്ലായിരുന്നു. ആ ഒരു പ്ലെയർ ഇത്രയും പ്രശ്നങ്ങളുള്ള ഇപ്പോൾ ഈ ഒരു സൈനിങ്സിൻ്റെ കാര്യത്തിലൊക്കെ ഇത്രയും പ്രശ്നമുള്ള ചെൽസിയിലോട്ട് വരാനുള്ള കാരണം എന്ന് പറയുന്നത് ആ ഒരു പ്രീമിയർ ലീഗാണ്. അതുകൊണ്ട് തന്നെ പുള്ളിക്ക് വേണ്ട സാലറി ചിക്കിളി പുള്ളിക്ക് കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾ നോക്കിയോ, പ്രീമിയർ ലീഗ് ആയതുകൊണ്ട് തന്നെ വേണ്ട അറ്റൻഷനും ഒക്കെ ആ ഒരു പ്ലെയറിന് കിട്ടും. അതുകൊണ്ട് തന്നെയാണ് പുള്ളി ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അപ്പം നമ്മൾ വേറെ ഏതെങ്കിലും ലീഗിൽ പോയി കഴിഞ്ഞാൽ ഇത്രയും സാലറിയും കിട്ടത്തില്ല, ഇതുപോലെ അറ്റൻഷനും ഒന്നും കിട്ടത്തില്ലെന്ന് പുള്ളിക്ക് നല്ല രീതിയിൽ അറിയാം. ആ ഒരു ക്ലബിനോടുള്ള സ്നേഹം കൊണ്ടല്ല ഞാൻ ചെൽസിയെ കുറ്റം പറയുന്നില്ല, പക്ഷേ ചെൽസിയുടെ ഒരു അവസ്ഥ ചെൽസി ആരാധകർക്കൊക്കെ അറിയാം. അപ്പം പുള്ളിയുടെ ലക്ഷ്യം കാശ്, ആ ഒരു ഫെയിം, അതുകൊണ്ടാണ് പുള്ളി ഇങ്ങോട്ട് വന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഒരു യുണൈറ്റഡ് ഫാൻ എന്നുള്ള രീതിയിൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ ചെൽസിയിൽ നിന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ എൻ്റെ മാനേജ്മെൻറ്റ് ചെൽസിയിൽ നിന്ന് പഠിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പ്ലെയേഴ്സിനെ എങ്ങനെ സെല്ല് ചെയ്യണം, മാക്സിമം എങ്ങനെ കാശ് മേടിച്ചെടുക്കണം ഒന്ന് ആ ഒരു ടെക്നിക്ക് പഠിച്ചെടുക്കുന്നത് നല്ലതായിരിക്കും. കാരണം നമ്മുടെ ഫക്കുണ്ടോ പെലിസ്ട്രി എന്ന് പറയുന്ന ആ ഒരു യുണൈറ്റഡിൻ്റെ പ്ലെയറിനെ വിറ്റേക്കുന്നത് 6 മില്യൺ യൂറോസിനാണ്. അപ്പോൾ ആ ഒരു ഗ്രീക്ക് ക്ലബിലോട്ടാണ് പുള്ളിയെ വിറ്റിരിക്കുന്നത്. അപ്പോൾ ആ ഒരു പനാതാനിക്കോസോ അങ്ങനെ ഒരു ക്ലബ്ബ്, അപ്പോൾ അങ്ങനത്തെ ഒരു ക്ലബിലോട്ട് പുള്ളിയെ വിറ്റിട്ടുണ്ട്. 6 മില്യൺ യൂറോസിനാണ് ഇങ്ങനത്തെ ഒരു പ്ലെയറിനെ വിറ്റ്. കഴിഞ്ഞ ആ ഒരു എന്നാ പറയുന്നത് ഉറുഗയുടെ കാര്യം തന്നെ നോക്കി, ഉറുഗയ്ക്ക് വേണ്ടി കൺസിസ്റ്റൻ്റ് ആയിട്ട് 26 അപ്പിയറൻസസ് നടത്തുന്നു. ആ ഒരു കോപ്പ അമേരിക്കയിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് പുള്ളി സ്റ്റാർട്ട് ചെയ്യുന്നു, ഗോളുകൾ സ്കോർ ചെയ്യുന്നു, അസിസ്റ്റ് കൊടുക്കുന്നു. എന്നിട്ട് നമുക്ക് 6 മില്യനെ മേടിക്കാൻ പറ്റിയുള്ളൂ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആ ഒരു സെല്ലിങ്ങും കാര്യങ്ങളും, സെല്ലിങ്ങിലെ ആ ഒരു എഫിഷ്യൻസി നമ്മൾ എന്നാ പറയുന്നത് ചെൽസിയെ നോക്കി കണ്ടുപഠിക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ യുണൈറ്റഡിൻ്റെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ യുണൈറ്റഡ് മാക്സിമം ഫ്രിഞ്ച് പ്ലെയേഴ്സിനൊക്കെ വിറ്റ് ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഒരു അക്കാഡമിയിൽ അണ്ടർ 21 ടീംസിനൊക്കെ വേണ്ടി കളിക്കുന്ന പ്ലെയേഴ്സിനെയൊക്കെ വിറ്റ് ഒഴിവാക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ് യുണൈറ്റഡ്. അപ്പോൾ അങ്ങനെ ആ ഒരു ശുദ്ധികലശം നടത്താനുള്ള ശ്രമമാണ് ആ ഒരു ഡാൻ ആഷ്വർത്തും വിൽകോക്സും അല്ലെങ്കിൽ ഒമർ ബറാഡയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഓയെഡലെ അല്ലെങ്കിൽ ഹനിബൽ മേബ്രി ഇങ്ങനത്തെ പ്ലെയേഴ്സിനെയൊക്കെ വിറ്റ് ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ഇപ്പം ചീപ്പറായിട്ട് കിട്ടും ഇങ്ങനത്തെ പ്ലെയേഴ്സിനൊക്കെ, വളരെ ചീപ്പായിട്ട് ഓപ്പോസിഷൻ ടീം അല്ലെങ്കിൽ അവർക്ക് ഏത് ടീമിന് വേണോ ആ ഒരു ടീമിന് വളരെ ചീപ്പായിട്ട് ഈ പ്ലെയേഴ്സിനെയൊക്കെ സൈൻ ചെയ്യാം. 10 മില്യന് വളരെ താഴെ അല്ലെങ്കിൽ വളരെ ചീപ്പായിട്ട് സൈൻ ചെയ്തിട്ട് ആ ഒരു സെല്ലോൺ ക്ലോസ് എന്ന് പറയുന്ന സാധനം യുണൈറ്റഡ് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. അങ്ങനെ സെല്ലോൺ ക്ലോസ് ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്ലെയർ ആ ടീമിലൊക്കെ പോയി നന്നായിട്ട് പെർഫോം ചെയ്ത് വേറെ ആരെങ്കിലും ഈ പ്ലെയറിനെ മേടിക്കാൻ വേണ്ടി വരുമ്പോഴത്തേനും നല്ലൊരു എമൗണ്ട് അല്ലെങ്കിൽ നല്ലൊരു പെർസെൻറ്റേജ്, ആ ഒരു ഫീയുടെ നല്ലൊരു പെർസെൻറ്റേജ് യുണൈറ്റഡിന് കിട്ടും. അപ്പോൾ ആ ഒരു ഫക്കുണ്ടോ പെലിസ്റ്റിയുടെ ഡീലിൻ്റെ കാര്യം നോക്കിയാലും അവിടെയും ഒരു 50%, ഓൾമോസ്റ്റ് 40 to 50% സെല്ലോൺ ക്ലോസ് ആഡ് ചെയ്തു. അതുകൊണ്ടാണ് ആ ഒരു 6 മില്യൺ യൂറോസിന് ഫക്കുണ്ടോ പെലിസ്റ്റിയെ വിറ്റത് എന്നാണ് ഇപ്പം കേൾക്കുന്നത്. പിന്നെ യുണൈറ്റഡിൽ നിന്ന് ഒരു ഔട്ട് ഗോയിങ്ങിൻ്റെ കാര്യത്തിൽ നമുക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നത് സ്കോട്ട് മക്ടോമിനെ ആയിരുന്നു. മക്ടോമിനയ്ക്ക് വേണ്ടി ആ ഒരു എന്നാ പറയുന്നത് ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിരുന്നു. അവർ ബിഡും യുണൈറ്റഡിനെ ഇമ്പ്രസ് ചെയ്യുന്ന തരത്തിൽ ബിഡ് മേക്ക് ചെയ്തു. പക്ഷേ നമ്മുടെ സ്കോട്ട് മക്ടോമിനയ്ക്ക് അങ്ങോട്ട് പോകേണ്ട, പുള്ളിയുടെ തല ഇങ്ങനെ തിരിഞ്ഞ് നാപ്പോളി എന്ന് പറയുന്ന ക്ലബ്ബാണ് പുള്ളിയുടെ ഫേവറേറ്റ് ഡെസ്റ്റിനേഷൻ. അല്ലെങ്കിൽ അന്റോണിയോ കോണ്ടയുടെ അണ്ടറിൽ നാപ്പോളിയിൽ കളിക്കാനാണ് സ്കോട്ട് മക്ടോമിനയുടെ ആഗ്രഹം. അപ്പോൾ ആ ഒരു ഡീൽ അങ്ങനെ കയ്യിൽ നിന്ന് വിട്ടുപോയി. ഫുള്ളാം പോയിട്ട് സാണ്ടർ ബർജിനെ യുണൈറ്റഡ് ടാർഗറ്റ് ചെയ്തുകൊണ്ടിരുന്ന സാണ്ടർ ബർജിനെ അങ്ങനെ ബേൺലി 20+5 മില്യൺ ആഡോൺസ് എന്നുള്ള രീതിയിൽ ആ ഒരു ഡീലിൽ സൈൻ ചെയ്തു. അപ്പോൾ ഏതായാലും സാണ്ടർ ബർജും യുണൈറ്റഡിലോട്ട് വരുന്നില്ല എന്നുള്ള കാര്യം കൺഫേമായി. ഇനിയിപ്പോൾ ഏതായാലും നാപ്പോളിയുടെ കാര്യത്തിൽ നമ്മൾ വെയിറ്റിംഗ് ആണ്. നാപ്പോളി ഇവിടെ വന്നിട്ട് സൈൻ ചെയ്യുമോ എന്നുള്ള കാര്യത്തിൽ ഒരു പിടുത്തമില്ല. നാപ്പോളി ഇനീഷ്യൽ ലോണിൻ്റെ കാര്യമൊക്കെ ചോദിക്കുന്നുണ്ട്. ലോണിൽ ഏതായാലും സ്കോട്ട് മക്ടോമിനെ അങ്ങോട്ട് വിട്ട് തരത്തില്ല എന്നാണ് യുണൈറ്റഡിൻ്റെ ഭാഗത്തു നിന്നൊക്കെയുള്ള റിപ്പോർട്ടനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി വരുന്നത്. അപ്പോൾ ആ ഒരു സ്കോട്ട് മക്ടോമിനെക്ക് വേണ്ടി ഏകദേശം 30 മില്യൺ യൂറോസിൻ്റെ ഒരു ഡീല് മിക്കവാറും നാപ്പോളി 30 മില്യൺ യൂറോസിൻ്റെ ഒരു ഡീലുമായിട്ട് വരും. അപ്പോൾ ആ ഒരു ഡീല് നടത്തിയെടുക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കും. അല്ലെങ്കിൽ യുണൈറ്റഡിൽ തന്നെ സ്കോട്ട് മക്ടോമിനെ തുടരും എന്നാണ് കേൾക്കുന്നത്. പിന്നെ ജേഡൻ സാൻജോയ്ക്ക് വേണ്ടി എന്നാ പറയുന്നത് ട്രാൻസ്ഫർ വിൻഡോ അവസാനിക്കാറാകുമ്പോഴത്തേനും ചെൽസി വരും എന്ന് പറയുന്നു. എനിക്കറിയത്തില്ല ഈ ഒരു ഫോർവേഡ് പ്ലേയേഴ്സിനെയൊക്കെ മേടിച്ച് കൂട്ടി ചെൽസി എന്നാ കാണിക്കുമെന്ന് അറിയത്തില്ല. കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾക്ക് യാതൊരു കുഴപ്പമില്ല. നിങ്ങൾ മേടിച്ചോ, 40 മില്യൺ യൂറോസ് തരിക, എടുത്തുകൊണ്ട് പോയിക്കോ, ഒരു പ്രശ്നമില്ല, കൊണ്ടുപോകളിയാ. 40 മില്യൺ യൂറോസും അതുപോലെ തന്നെ നമുക്ക് ഓൾമോസ്റ്റ് 300 മില്യൺ ആഡോൺസ് എല്ലാം കൂടി 300K പെർ വീക്കാണ് പുള്ളിയുടെ സാലറി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഫൈനാൻഷ്യലി ഒരു വലിയൊരു ഹോൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഈ ഒരു ജഡൻ സാൻജോ പോയി കിട്ടിയാൽ. പിന്നെ ഇൻകമിങ്സിൻ്റെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒരു ലെഫ്റ്റ് ബാക്കും ഒരു മിഡ്ഫീൽഡറും വരും എന്നാണ് കേട്ടുകൊണ്ടിരുന്നത്. പക്ഷേ ലെഫ്റ്റ് ബാക്കിനെ ഇനിയും യുണൈറ്റഡ് സൈൻ ചെയ്യത്തില്ല എന്നാണ് കേൾക്കുന്നത്. കാരണം നമുക്ക് മസറാവി ഉണ്ട്, ഡാലോ ഉണ്ട്, പിന്നെ എന്നാ പറയുന്നത് ലൂക്ഷോ 1-2 ആഴ്ചയ്ക്കുള്ളിൽ ലൂക്ഷോ തിരിച്ചു വരും, മലാസിയ വരും, ഒക്ടോബറിൽ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരെ വെച്ചുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഒരു എക്സ്ട്രാ ലെഫ്റ്റ് ബാക്കിനെ യുണൈറ്റഡ് ഈ ഒരു കണ്ടീഷനിൽ ഈ ഒരു സമ്മറിൽ സൈൻ ചെയ്യത്തില്ല എന്നാണ് കേൾക്കുന്നത്. പക്ഷേ
ഒരു മിഡ്ഫീൽഡർ എന്നാണേലും യുണൈറ്റഡിൽ നിന്ന് ഔട്ട് ഗോയിങ്ങോ ഇൻകമിങ്ങോ ഇല്ലെങ്കിൽ പോലും ഒരു മിഡ്ഫീൽഡറിനെ യുണൈറ്റഡ് സൈൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഈ ഒരു ട്രാൻസ്ഫർ വിൻഡോ, സമ്മർ ട്രാൻസ്ഫർ വിൻഡോയുടെ തുടക്കം മുതലേ നമ്മളുമായിട്ട് ലിങ്ക് ചെയ്ത് കേൾക്കുന്ന പേര് എന്ന് പറയുന്നത് മാനുവൽ ഉഗാർത്തയുടെ പേരാണ്. മാനുവൽ ഉഗാർത്തയ്ക്ക് വേണ്ടി ഇപ്പം PSG ആസ്ക് ചെയ്യുന്ന പ്രൈസ് എന്ന് പറയുന്നത് 51 മില്യൺ പൗണ്ട്സാണ്. പക്ഷേ യുണൈറ്റഡിൻ്റെ ഒരു വാലുവേഷൻ എന്ന് പറയുന്നത് ഏകദേശം 42 മില്യൺ പൗണ്ട്സാണ്. ഏകദേശം 10 മില്യൺ പൗണ്ട്സിൻ്റെ അടുത്തൊരു വാലുവേഷൻ്റെ ഡിഫറൻസ് ഉണ്ട്. ഈവൻ PSG ആണെങ്കിൽ PSG ഇപ്പോൾ ആ ഒരു ഇനീഷ്യൽ ലോൺ പ്ലസ് ഒബ്ലിഗേഷൻ ടു ബൈ, അവർക്ക് നിർബന്ധമായിട്ടും ഈ ഒരു സീസണിൻ്റെ അവസാനത്തിൽ ഉഗാർത്തയെ മേടിക്കണം എന്നുള്ള രീതിയിൽ ആ ഒരു ഡീലിൽ 51 മില്യൺ പൗണ്ട്സിൻ്റെ ഒരു ഡീല്, ആ ഒരു ഡീലിൽ ലോണിൽ വിടാനും ആ ഒരു എന്നാ പറയുന്നത് നമ്മുടെ ആ ഒരു PSG തയ്യാറാണ്. അപ്പോൾ ആ ഒരു ഫീയുടെ കാര്യത്തിൽ ഇപ്പോൾ ആ ഒരു യുണൈറ്റഡും PSG തമ്മിൽ ആ ഒരു നെഗോസിയേഷനും കാര്യങ്ങളും വളരെ ഇൻറ്റൻസ് ആയിട്ട് നടക്കുന്നുണ്ട്. നമ്മുടെ ഫബ്രീസിയോ റൊമാനോ ഒക്കെ ആണെങ്കിൽ പുള്ളിയുടെ ആ ഒരു ട്വീറ്റ് ആണെങ്കിൽ പുള്ളി പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം വെയിറ്റിംഗ് ആണ് ശരിക്കും പറഞ്ഞാൽ. അങ്ങനെ പിൻ ചെയ്യുന്ന ട്വീറ്റുകൾ എന്ന് പറയുന്നത് ഉടനെ തന്നെ നടക്കാൻ സാധ്യതയുള്ള ഡീലിനെയാണ് പുള്ളി പിൻ ചെയ്യാറ്. അപ്പോൾ ആ ഒരു ഉഗാർത്തയുടെ കാര്യത്തിനെ പിൻ ചെയ്തിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഉഗാർത്തയുടെ ഡീൽ എനിക്കറിയത്തില്ല, ഞാൻ ഇനി പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഇനിയും റിവ്യൂ വരുമോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഉഗാർത്ത എന്നാണെങ്കിലും കമ്മിങ് ടു യുണൈറ്റഡ്. അപ്പം നമുക്ക് ആ ഒരു സിംഗിൾ പിവറ്റായിട്ട് കളിക്കാൻ പറ്റുന്ന ഉഗാർത്തയെ വരട്ടെ. അത് കസമീറോയ്ക്കും ഉഗാർത്തയ്ക്കും, അല്ലെങ്കിൽ കസമീറോയ്ക്ക് ഭയങ്കര ഒരു ഗുണമായിരിക്കും. കസമീറോയ്ക്ക് പ്രോപ്പറായിട്ട് ഗെയിം കൊടുത്ത് കസമീറോയും ഉഗാർത്തയും രണ്ടുപേരെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്ത് നമുക്ക് പരിക്കുകളൊന്നും ഇല്ലാതെ സീസൺ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കും എന്ന് തന്നെ നമുക്ക് കരുതാം. അപ്പോൾ വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും ഛന്നം ഭിന്നം കമൻസായിട്ട് ഇടുക. മറ്റൊരു നല്ല വീഡിയോ കാണാം.